തിരുഹൃദയത്തിൻ മുൻപിൽ. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് 20-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിലും ദൈവത്തിനായിട്ടും ജീവിക്കുന്നവരും ഇന്നുവരെയും ജീവിച്ചിരുന്നവരും ഇനിയും ജീവിക്കാനിരിക്കുന്നവരും പ്രലോഭനങ്ങളാലും ഓരോ വക ദുരിതങ്ങളാലും പരിശോധിക്കപ്പെട്ട ശേഷം മാത്രമേ നിത്യസൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. സ്വാർത്ഥതയ്ക്കെതിരായി സമരം ചെയ്യുന്നവർ മാത്രമേ സ്വർഗം കരസ്ഥമാക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. വേദനകളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിനാവശ്യമായ ഗുണം ക്ഷമയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ക്ഷമയെന്ന പുണ്യത്തിൽ ഒരാൾ എന്തുമാത്രം വർദ്ധിക്കുമോ അത്രയും ദൈവ സ്നേഹത്തിലും മറ്റു പുണ്യങ്ങളാലും അഭിവൃദ്ധിപ്പെടും. 30 വത്സരത്തോളം 2 സൃഷ്ടികൾക്ക് യേശുപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും സമ്പൂർണമായും കീഴ്വഴങ്ങി ജീവിച്ച ഈശോ യഹൂദജനം പരിഹസിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസരത്തിൽ പോലും അവരോടൊന്നും ദൂഷിക്കാതെ നിന്ന ഈശോ കല്ലെറിഞ്ഞ് കൊല്ലുവാനൊരുങ്ങിയവരിൽ നിന്ന് അവിടുന്ന് മറഞ്ഞു കളഞ്ഞ ഈശോ ദൈവിക രഹസ്യങ്ങളെപ്പറ്റി യാതൊരു ജ്ഞാനവുമില്ലാതിരുന്ന ശിഷ്യരെ സ്നേഹത്തോടും ക്ഷമാശീലത്തോടും കൂടി അവയെല്ലാം പഠിപ്പിക്കുന്ന ഈശോ അവസാനം അന്യായമായി തന്നെ വധിക്കുകയും ക്രൂരമായ കുരിശിൽ തൂക്കുകയും ചെയ്ത ഘാതകരോട് വിദ്വേഷമോ ശത്രുതയോ പ്രദർശിപ്പിക്കാതെ അവർക്ക് വേണ്ടി തൻ്റെ പരമപിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോ. ഇങ്ങനെ കോപവും വിരോധവും നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും പ്രഭുവാണ് ഈശോ. മനുഷ്യർക്കെല്ലാം മാതൃക നൽകിയ ഈശോയെ നാം കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ സ്വർഗപ്രവേശം അസാധ്യമായി വരുന്ന കാര്യം നമുക്ക് അനുസ്മരിക്കാം. നമുക്ക് ഈശോയിൽ അനുദപിക്കാം, പശ്ചാത്തപിക്കാം. ആമേൻ. തിരുഹൃദയത്തിൻ മുൻപിൽ. This is a sweet and bitter spiritual program. Join with us in sharing